മഴത്തോരു മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന പറയുന്നുണ്ട് കുട്ടിയുടെ അടുത്ത്, ഞാനൊരു കാര്യം പറയാം, എൻ്റെ അടുത്ത് വിരോധമൊന്നും തോന്നരുത്, മോക്ക് എന്ത് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തുറന്ന് പറയാലോ, എന്താ എന്ന് പറയുന്നുണ്ട്. ഇല്ല, ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്ന എൻ്റെ ആ അച്ഛൻ ഒരു പാവമാ, പക്ഷേ ഇപ്പോഴും വല്ലാത്തൊരു അവസ്ഥയിലേക്കൂട്ടി പൊയ്ക്കൊണ്ടിരിക്കുക. എല്ലാത്തിനും കാരണം അവിടെയും ഞാനാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മോളെന്താ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇല്ല, അവിടെ എൻ്റെ അനിയത്തിമാരെ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ അച്ഛനാണെങ്കിൽ മദ്യപാനമൊക്കെ തുടങ്ങി ഭയങ്കര ഒരു വിഷമത്തില. അത് മാത്രമല്ല, ഒരു സമാധാനം എൻ്റെ അമ്മ കൊടുക്കുന്നതുമില്ല. എല്ലാം ഞാൻ കാരണമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൽ എന്താ ഇനി ചെയ്യുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഓരോ തരത്തിൽ നോക്കിയാലും വിഷമങ്ങൾ നിനക്ക് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് എന്നെ വിചാരിക്കേണ്ട. ബാലചന്ദ്രന് നിന്നെ കാണാത്തതുകൊണ്ട് വിഷമം കാണും, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാൻ പറയണം. അപ്പോഴത്തേക്കും ചില സങ്കടങ്ങളൊക്കെ മാറിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അവതക്കുട്ടി. എനിക്ക് വന്നപ്പോൾ മനസ്സിലായി, ഒരു പാവം ആളാ, പക്ഷെ അയാളൊരു മണ്ടനെ പോലെ അവിടെ ജീവിക്കുന്നില്ലേ. എല്ലാം അറിഞ്ഞിട്ടും എൻ്റെ മകൻ്റെ കാമുകിയുടെ ഭർത്താവെന്ന് അറിഞ്ഞ നിമിഷം തന്നെ എനിക്ക് അയാളടുത്ത് ആദ്യം തോന്നിയത് ഒരു സഹതാപമാ. എന്തായാലും ഇതെല്ലാം മറച്ചു വെച്ചിട്ട് എങ്ങനെയാ ആ വീട്ടില് കഴിയുന്നത്? അതുകൊണ്ട് തന്നെയാ അയാൾക്ക് ഇത്രത്തോളം വിഷമവും ഉണ്ടാവുന്നത്. എന്നാൽ അമ്മയുടെ അടുത്ത് വിരോധം തോന്നും തുടങ്ങിയെങ്കിലും പക്ഷെ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. എനിക്ക് വേണ്ടിയാ ഇപ്പോഴും ആ വീട്ടിൽ നിൽക്കുന്നത് തന്നെ എന്നൊക്കെ അലീന അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം അടുത്തു നിന്ന് സ്റ്റാൻലി ജോസഫ് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന എൽസമ്മ ഇതൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളും ഇതിനിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. എന്നാൽ അങ്ങനെയൊന്നും ഒരു ചിന്തയുമില്ലാത്ത ആളാ ഈ ബാലചന്ദ്രൻ. എന്തായാലും ബാലചന്ദ്രൻ്റെ ആ ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഒരു വീട്ടിൽ എങ്ങനെയാണോ എന്നറിയത്തില്ല, എല്ലാം മറച്ചു വെച്ച് ഇപ്പോഴും അവിടെ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സ്റ്റാൻലി ജോസഫ് അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ പറയുന്നതെല്ലാം കേട്ടായിരുന്നു. എന്തായാലും നമുക്കൊരു ദിവസം അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് കുറേ സംസാരിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനാണെങ്കിൽ ആ കാമുകനെന്ന് പറഞ്ഞിട്ട് പോലും അയാളുടെ മനസ്സിലെ ആ വിങ്ങല് ഞാൻ കേട്ടായിരുന്നു. ആദ്യത്തെ ദിവസം എന്നെ കണ്ട് പറഞ്ഞതിൻ്റെ അന്ന് മുതൽ ആ സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ അടുത്ത് ഇയാൾ വന്ന് പറയേണ്ട ഉദ്ദേശം എന്താ? എനിക്ക് ഈ മോളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ വില എനിക്ക് അന്നാ മനസ്സിലായത്. എന്നിട്ടും സ്വന്തം അച്ഛൻ മനസ്സിലാക്കില്ലെന്ന് വിചാരിച്ച ഞാനൊരു മണ്ടനാണോ എന്നൊക്കെ ആ നിമിഷം ചിന്തിച്ചു പോയി. അതുകൊണ്ട് മോളെന്നെ സംശയിക്കരുത്, എനിക്ക് മോളടുത്ത് സ്നേഹമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ് അലീനടുത്ത്. ഈ സമയത്ത് അവതക്കുട്ടി പറയുന്നുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ പറയുന്നതെല്ലാം അനുസരിക്കണം. ആ അവതക്കുട്ടിയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചതില്ലേ, എന്നിട്ട് നിനക്ക് ഒരു വിശ്വാസവുമില്ല. ഇന്നലെയാണെങ്കിൽ കണ്ടില്ലേ, പലചരക്ക് സാധനങ്ങൾ അരിയും എല്ലാം വാങ്ങിച്ചപ്പോഴത്തേക്കും കണക്കിൽ അരി വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അരി കാണാനില്ല. അവൻ ഇതുപോലെ എത്ര വർഷം കൊണ്ടാ നിന്റെ അടുത്ത് ഇങ്ങനെ കള്ളത്തനങ്ങളും കാണിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? എല്ലാത്തിനും പൈസയ്ക്ക് തന്നെയാ വില എന്നൊക്കെ പറയുന്നുണ്ട് അലീന. എന്തായാലും ഇതൊക്കെ മനസ്സിലാകാതെ തന്നെ ഇത്രയും കാലം ഒരുമിച്ച് നിന്ന് ആളെ കള്ളത്തനങ്ങൾ മനസ്സിലാക്കാത്ത എന്താണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് അലീന സ്റ്റാൻലിയെടുത്ത് ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ ഇതൊന്നും അന്വേഷിക്കാറില്ല, എനിക്ക് ആഹാര സമയത്തിന് തരും, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ പൈസയുടെ വില അതെനിക്ക് ഒട്ടും തന്നെ ഞാൻ ഇതുവരെയായിട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല, അതാ സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഒരു രൂപ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പൈസയുടെ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കള്ളത്തരത്തിനൊന്നും കൂട്ടു നിൽക്കേണ്ട ആവശ്യമില്ല. സത്യസന്ധമായിട്ട് ചെയ്യുന്ന ജോലിക്കാരെയാ നമുക്ക് ആവശ്യം, അല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാരെ എന്തിനാ വെച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവതക്കുട്ടി പറയുക, കണ്ടോ
പറഞ്ഞത് മനസ്സിലായോ? എന്തുമാത്രം രൂപ നിന്റെ കയ്യിന്ന് അങ്ങനെ കള്ളത്തരങ്ങൾ വാങ്ങിച്ചിരിക്കുന്നുണ്ട്. നീ ഇത് വല്ലതും അന്വേഷിക്കുന്നുണ്ടോ? നീ നിന്റെ കാര്യം നോക്കി നീ നടക്കും. നീ ഇതൊന്നും അന്വേഷിക്കാത്തതാ ഏറ്റവും വലിയ അബദ്ധം എന്നൊക്കെ പറയുക. കാര്യങ്ങൾ നോക്കേണ്ടതില്ല. ഒരു പെൺകുട്ടിയാണ്, എന്തൊക്കെ സാധനം വാങ്ങണം, ഏതൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ദിവസം അടുക്കള കൈകാര്യം ചെയ്തതുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെ വേണം, എന്തൊക്കെ പാഴാക്കിക്കൂടാ എന്നുള്ളത്. അതറിഞ്ഞ് ജീവിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. പക്ഷെ ഒരു ആണിവിടെ വേലക്കാരനായിരുന്നിട്ട് പോലും ഇങ്ങനത്തെ കള്ളത്തനങ്ങൾ കാണിച്ചവരെ വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പറ്റില്ല. എനിക്ക് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, എന്നിട്ട് പോലും എൻ്റെ വില പോലും കൽപ്പിച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ ഒരു വാക്കാ പറഞ്ഞത്, ഇനിയാണെങ്കിൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി 3 ദിവസം ഞാൻ നോക്കും. പക്ഷെ അതിനകത്ത് നിന്നും നീ ശരിയായില്ല എങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വിരോധമായി തന്നെ എൻ്റെ അടുത്ത് വീണ്ടും കള്ളക്കണക്കിലൂടെ വീണ്ടും പൈസ നേടാൻ വേണ്ടി ശ്രമിച്ചു. അത് ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് റീത്തമ്മ അവിടെ വരുന്നുണ്ട്. ഒരു വേലക്കാരിക്ക് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് നീ ഇപ്പോൾ എന്താ ഈ വീട്ടിലെ തന്നെ മുതലാളിയാവാൻ വേണ്ടി നോക്കിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി പറയുക, ഈ വീട്ടിലെ മുതലാളിയും എല്ലാ സകല കാര്യങ്ങളും ഇനി നോക്കുന്ന അലീന തന്നെയാ. അതിന് നിനക്ക് വല്ല സംശയമുണ്ടോ റീത്താമ്മേ എന്ന് അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്. എല്ലാവരും എടുത്ത് തലയിൽ വെച്ചോണ്ട് നടന്നു എവളെ, എന്ത് കാരണത്താലെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കാമുകി പോലും, ആ കാമുകിയെ പോലും എനിക്ക് കാണണമെന്നുണ്ട്. ഏതാ ആ കാമുകി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ അവളുടെ പണ്ടത്തെ ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ വേണമെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്ക്, അവൻ തരും. കാമുകിയെ കണ്ടാൽ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുക. സ്റ്റാലിൻ ജോസഫ് ആ സമയത്ത് അലീനയുടെ അടുത്തിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കണ്ടിട്ട് തന്നെ ദേഷ്യമെന്ന് കലി പൂണ്ട് അടുത്തൂടെ വന്ന് നടന്നു പറയുക, നിനക്കെന്താ സ്വന്തം ഭാര്യയുടെ അടുത്ത് പോലും ഇങ്ങനെ നീ സംസാരിച്ചിട്ടില്ല. പിന്നെയാണോ എവിടെ നിന്നോ എവളുടെ അടുത്ത് നീ ഇരിക്കുന്നത്? നിനക്ക് വേറെ ജോലിയില്ലേ? നീ ഇങ്ങനെയായിരുന്നോ എന്നൊക്കെ സ്റ്റാലിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട. എൻ്റെ ഭാര്യയുടെ അനിയത്തി എന്ന് പറഞ്ഞ് കൂടുതൽ സ്വാതന്ത്ര്യം എൻ്റെ അടുത്ത് കാണിക്കുകയും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ എൻ്റെ മകളെടുത്ത് ഇരിക്കും, മകളെടുത്ത് എന്തെങ്കിലും കാര്യം പറയും. അതിന് നിങ്ങൾക്ക് എന്താ കാര്യം? പിന്നെ ഈ വീട്ടിലെ കണക്ക് വിവരങ്ങളൊക്കെ ഇനി നോക്കാൻ വേണ്ടി ഞാൻ ഇവളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. സകല കാര്യങ്ങളും അത് വഴിയെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനെല്ലാം മനസ്സിലാക്കി എല്ലാം അവൾക്ക് വേണ്ടി കൊടുത്തുകയും കരുതിയും വെച്ചിരിക്കുകയെന്നും എനിക്കറിയാം. പക്ഷെ ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകും ഒരു നാള്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, റീത്താമ്മ വന്ന് കയറിയില്ല, അതിനുമുമ്പ് വീട് ഭരണം വരെ അവൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതാ പെണ്ണുങ്ങള്. അല്ലാതെ നിന്റെ എൽസേബെ പോലെ ഒരിടത്ത് വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കുന്നതല്ല. വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി ഒരു വീട്ടിലെ കാര്യങ്ങൾ, ആണുങ്ങളെ കാര്യമായിരുന്നാലും വീട്ടുകാര്യം എല്ലാം നോക്കേണ്ട പ്രാപ്തി ഉണ്ടായിരിക്കണം. അതാ ഒരു പെണ്ണ്. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? ഇവൻ്റേത് മാസം വരുന്ന പൈസയും വാങ്ങിച്ച് വേലക്കാരിക്കും കൊടുത്ത്, അത് മാത്രമല്ല അനങ്ങാതിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ. പിന്നെ എങ്ങനെ ആൾക്കാരെ കുറ്റം പറയാം എന്നൊക്കെ ചിന്തിക്കുന്നവരാ. പക്ഷെ സ്വന്തം വീട്ടുകാരെയും അന്വേഷിക്കുന്നവർ ഇതൊക്കെ ആദ്യം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എവളാ യഥാർത്ഥ പെണ്ണ്, എൻ്റെ ചിന്നമ്മയെ പോലെയാ. അതുപോലെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാത്തിനും പ്രാപ്തിയുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ചിന്നമ്മയുണ്ട്. ചിന്നമ്മയായിരുന്നാലും ആരായിരുന്നാലും കൊള്ളാം. നിങ്ങളെ കുടുംബക്കാർ എല്ലാവരും ഒന്നുപോലെ തന്നെയാണ്. ആദ്യമേ എല്ലാവരും പറഞ്ഞതാ ഈ കല്യാണം അയക്കരുതെന്ന്, അവൻ ശരിയല്ലെന്ന്. പക്ഷെ ഇത്രത്തോളം ഞാൻ വിചാരിച്ചില്ല. അന്ന് നീയല്ലല്ലോ അത് അയച്ചത്, നിങ്ങളുടെ അച്ഛനും അമ്മയല്ലേ. അവർക്ക് എന്നെ നല്ലതുപോലെ അറിയാം. പക്ഷെ ഞാൻ ഒറ്റ കയ്യിൽ ഈ കല്യാണം നടത്തിപ്പിച്ചത്. പക്ഷെ ഞാൻ ഒരു നേരം വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. ഇന്ന് അലീനയുടെ അമ്മ ആ വൈജ ഈ വീട്ടിലിരിക്കുമായിരുന്നു. അത് എനിക്ക് പറ്റിയ തെറ്റ്. അതുകൊണ്ടാണ് നീ ഇന്ന് സുഖിച്ച് ജീവിക്കുന്നത്. ആ വീട്ടില് അവക്ക് തരുന്ന പൈസയിൽ നീ അല്ലേ സകല കാര്യങ്ങളും നോക്കി നിന്റെ ചെലവിനും വേണ്ടിയല്ലേ എടുക്കുന്നേ. അല്ലാതെ അവന് ഒരു കണക്ക് ഉണ്ടായിരുന്നോ അയച്ചു തരുന്നതിന്? പൈസ എന്നുള്ളൊരു ചിന്ത മാത്രമേ നിനക്കുള്ളൂ. പിന്നെ ഇവിടെ വന്ന് അവതക്കുട്ടിയുടെ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും കണക്കായിരിക്കണം. എന്നാൽ അതുകൊണ്ട് പറ്റിച്ച് ജീവിക്കുന്നവരാ ഇവിടെ വീട്ടിൽ വേലക്കാരിയിട്ട് വന്നവരും. എന്തായാലും കള്ളന്മാരെ പുറത്താക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഉടനെ തന്നെ
അവതക്കുട്ടിയുടെ അടുത്ത് പറയുക, എങ്ങനെയാവട്ടെ, അവനാണെങ്കിൽ എടുത്തെങ്കിലും അരി വാങ്ങിച്ചതിൻ്റെ മലക്കറി വാങ്ങിച്ചതിൻ്റെ പൈസയല്ലേ എടുത്തുള്ളൂ, അല്ലാതെ കോടിക്കണക്കിന് സ്വത്തൊന്നും എഴുതി വാങ്ങിച്ചില്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പോൾ നീയാണെങ്കിൽ അവന് സപ്പോർട്ട് നിൽക്കുകയാണോ എന്നൊക്കെ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട് റീത്താമ്മയുടെ അടുത്ത്. അങ്ങനെ റീത്താമ്മ പൗലോസിനെ കാണാൻ പോകുന്നുണ്ട്. ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഈ വീട്ടിലെ ഭരണം അവൾ ഏറ്റെടുത്തു, നിന്റെ കണക്ക് നോക്കി നിന്നെ പുറത്താക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും അത് വകവെച്ച് കൊടുക്കരുത്. ഇവിടെ കുറെ സ്വർണവും ഉണ്ട്, അതുപോലെ തന്നെ പൂത്ത കാശും അവൻ്റെ കയ്യിലുള്ളത്, അതൊക്കെ തട്ടിയെടുക്കണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് അവളങ്ങ് മുങ്ങും. അതാ പ്രകൃത. ആദ്യം വന്ന് തന്നെ ഈ കണക്ക് നോക്കണവള് പൈസ കണ്ടിട്ടാ വന്നേന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല, നീ കൂടെ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പൗലോസിൻ്റെ അടുത്ത് റീത്താമ്മ പറയുന്നുണ്ട്. ഇത് കേട്ടതും റീത്താമ്മയുടെ വാക്ക് വിശ്വസിച്ച് കൂടെ നിൽക്കുന്നുണ്ട് പൗലോസിന് എങ്ങനെയായിരുന്നാലും പൈസ മാത്രം മതി, പൈസ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കള്ളത്തരം കാണിക്കാൻ വേണ്ടി കൂടെ ഇറങ്ങിത്തിരിക്കുന്നത് റീത്താമ്മയുടെ കൂടെ. അങ്ങനെ റീത്താമ്മ പറയുന്നുണ്ട്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. ആ സമയത്ത് അവൻ്റെ അലമാര കുത്തി തുറക്കണം. പക്ഷെ അവൻ എവിടെയാ കീ വെക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ആ തലങ്ങളിലൂടെ അടിയില. അത് എടുക്കണം. എടുത്തിട്ട് നമുക്ക് അലമാര തുറന്ന് അതിനുള്ള പണവും അതുപോലെ തന്നെ ആഭരണങ്ങളും എല്ലാം നമുക്ക് എടുക്കണം. എടുത്തിട്ട് ആഭരണങ്ങൾ അവളാ എടുത്തതെന്ന് നമുക്ക് പറയണം. എല്ലാവരും മുമ്പിൽ അവളെ കള്ളിയാക്കണം എന്നൊക്കെ റീത്താമ്മ പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് ചോദിക്കുന്നുണ്ട്, ഞാൻ കൂടെ നിൽക്കാം, പക്ഷെ എനിക്കിത് എന്താ ലാഭം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ലാഭമെന്നോ? കോടിക്കണക്കിന് രൂപയാണ് അതിനകത്തുള്ളത്. അതിൽ എത്ര ലക്ഷം വേണം നിനക്ക്? ആവശ്യമുള്ളത് എടുക്കാം. പക്ഷേ ഇതാരും അറിയാൻ പാടില്ല. അവന് പൈസയുടെ കണക്ക് പോലും നോക്കില്ല, എത്ര രൂപ ഉണ്ടെന്ന് പോലും അറിയില്ല, എന്തുമാത്രം ആഭരണങ്ങൾ ഉണ്ടെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നമുക്കത് എത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റണം. പക്ഷേ ഇതെല്ലാം അവളെ തലയ്ക്ക് കൊണ്ട് വെച്ചു കൊടുക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് അങ്ങനെ രാത്രിയായപ്പോഴത്തേക്കും അവിടേക്ക് പൗലോസും അതുപോലെ തന്നെ റീത്താമ്മയും കൂടി പോകുന്നുണ്ട് മുകളിലത്തെ റൂമിലെ സ്റ്റാലി ജോസഫിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നല്ല ഉറക്കത്തില. അങ്ങനെ കീ എടുത്ത് ശബ്ദമുണ്ടാക്കാതെ കതക് തുറന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്, പണവും അതുപോലെ തന്നെ സ്വർണവും. പക്ഷേ ഇവരുടെ ഈ ശബ്ദം കേട്ട് അലീന താഴത്തെ നിലയിൽ നിന്ന് പതുക്കെ തന്നെ നടന്ന് ആരൊക്കെ പോകുന്നതെന്ന് നോക്കി, എന്തിനാ ഈ റീത്താമ്മ ഈ പൗലോസിൻ്റെ കൂടെ നടന്ന് എവിടെ പോവാ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവർ തമ്മിൽ എന്തൊരു കള്ളത്തനമുണ്ട്. പോകുന്നത് പപ്പിയുടെ റൂമിലാണല്ലോ. എന്തായാലും മുകളിലേക്ക് കൂടെ പോകാം എന്ന് പറഞ്ഞ് ബേക്കിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് അലമാര തുറന്ന് സ്വർണവും പണവും എടുക്കുന്നത് അലീന കണ്ടുപിടിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവിടെ വെച്ച് നിലവിളിച്ച് എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ഉടനെ തന്നെ കള്ളനെയും കള്ളിയെയും കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ പറയുന്നുണ്ട്, പൗലോസ് മോഷ്ടിക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ കൂടെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഉടനെ പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത്, അലീന അല്ല, ഞാൻ കണ്ടതാ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വന്നത്. എന്നിട്ടാ ഇവർ എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇത് മൊത്തം കൊണ്ടുപോകാനാ നോക്കിയത്. പക്ഷെ ഞാൻ ഈ നിലവിളിച്ചത് കൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ കള്ളത്തനം പറഞ്ഞ് മാറ്റി പറയുന്നത്. ഉടനെ തന്നെ സ്റ്റാൻലി ജോസഫ് പറയുക, ആരാ ഇതിൽ തെറ്റ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല, ഞാൻ കണ്ടില്ല. പക്ഷെ അലീന കണ്ടെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരെന്നും. പക്ഷെ പൈസയ്ക്ക് വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കത്തവരാണല്ലോ നിങ്ങൾ. ഇത്രത്തോളം പണപ്പിശാചായിപ്പോയോ? റീത്താമ്മയും അതുപോലെ തന്നെ പൗലോസും എൻ്റെ കൂടെ നിന്നിട്ട് ചതിക്കുമായിരുന്നല്ലേ ഇത്രയും കാലം. എന്നിട്ടും അലീന പറഞ്ഞിട്ടും ഞാൻ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല നിന്നെ. എന്നിട്ടും ഇപ്പോഴും എൻ്റെ മുറിയിൽ നീ ഈ രാത്രിയിൽ വരേണ്ട കാര്യം എന്താ എന്ന് സ്റ്റാൻലി ജോസഫ് പൗലോസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീത്താമ്മയുടെ അടുത്തും. പക്ഷേ റീത്താമ്മ പറയുന്നുണ്ട്, പൗലോസ് മോഷ്ടിക്കാൻ വന്നെന്ന് അറിയാതെ നോക്കി വന്നതാന്ന്. പക്ഷേ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഞാനാ ഇവർ രണ്ടുപേരും പോകുന്ന കണ്ടുപിടിച്ചത്. ഇതിൽ കള്ളത്തനം പറഞ്ഞ് ജയിക്കാനൊന്നും ഇനി നോക്കണ്ട. ഈ ശബ്ദം കേട്ട് അവതക്കുട്ടി എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇവിടെ എന്താ ബഹളം കേട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു മോഷണം നടക്കാൻ പോയതാ, പക്ഷെ ഞാൻ കയ്യോടെ പൊക്കി.
ഇവിടുന്ന് അലമാര തുറന്നു. അതും പപ്പയുടെ അലമാര കീ എവിടെ ഇരിക്കുന്നത് വരെ അറിയാമെങ്കിൽ അറിയുന്ന ആളല്ലേ ഇത് എടുക്കുന്നത്. പക്ഷെ റീത്താമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ റീത്താമ്മ മനസ്സിലാക്കി പൗലോസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ഇത്രയും വർഷം പൗലോസ് പക്ഷെ സ്വർണത്തിൻ്റെയും പണത്തിനെയും ഇങ്ങനെ മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇത് ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി പൗലോസെ എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി പറയുക, ഇത്രയും വലിയ കള്ളത്തരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി തിരിച്ചല്ലോ റീത്താമ്മ. ഇതിൽ ഏറ്റവും വലിയ കള്ളി തന്നെയാ. ഇനി നീ പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. ഇനി 1 രൂപ പോലും നീ ഞങ്ങളെ കയ്യിൽ നിന്ന് നീ വാങ്ങില്ല. ഇനി എൽസമ്മയും മക്കളെ നമ്മൾ നോക്കും, നമ്മൾ കൊടുക്കും ചെലവിന്. ഇനി നിന്റെ പേരിൽ 1 രൂപ പോലും ഇതിൻ്റെ പേരിൽ നീ തട്ടിയെടുക്കണമെന്ന് നോക്കണ്ട. അമിതമായിട്ടുള്ള പൈസയുടെ ആഗ്രഹം കൊണ്ടാ നീ ഇങ്ങനെ ആയിപ്പോയത്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തിനാ എൻ്റെ റൂമിൽ കാര്യമെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടില്ല. ഇത് വെച്ച് എനിക്ക് മനസ്സിലാക്കാം എന്തിനാണ് വന്നതെന്ന്. ഇനി ഒരു കാര്യം എൻ്റെ അടുത്ത് പറയണ്ട. പൗലോസിനെ ഞാൻ വിശ്വസിച്ചു. ഇത്രയും കാലം എൻ്റെ മോള് പറഞ്ഞിട്ട് പോലും നിന്നെ ഞാൻ വഴക്ക് പറയുകയോ ചതിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇനി മേലാൽ ഈ നടയിൽ നീ ചവിട്ടിപ്പോലെ ഇപ്പോൾ ഇറങ്ങിക്കോണം. ഇത്രയും വലിയ തെറ്റൊന്നും ഞാൻ ക്ഷമിച്ചു തരില്ല. അത്രയ്ക്കും വലിയ ഒരു തെറ്റാണ് നീ ഇന്ന് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൽസമെഴുത്തും പറയുന്നുണ്ട്, നിന്റെ ഇന്ന് അന്തിമ തീരുമാനമായി നിന്റെയും. നീ എൻ്റെ പൈസയും വാങ്ങിച്ച് തിന്നിട്ട് ഇപ്പോൾ എന്നെ തന്നെ അമിതമായിട്ട് നീ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനി നടക്കില്ല. ഇനി എൽസമ്മയും മക്കളെയും ഞാൻ നോക്കും. ഞാൻ പൈസ ചിലവിന് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നേ, അല്ലാതെ നിന്റെ പേരിൽ ഇനി ഒരു സാധനം പോലും ഞാൻ അങ്ങോട്ടേക്ക് കിടത്തി വിടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുമ്പം എന്തൊക്കെയാ വാങ്ങിച്ചുകൊണ്ട് വിടുന്നത്. പക്ഷെ അതെല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു എന്ന് പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടും അവരെ നോക്കുന്നതല്ലേ, അവർക്കൊരു തണലില്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് കണ്ണടച്ചു പോയി. പക്ഷെ ഇതുപോലത്തെ കള്ളങ്ങളൊന്നും ഞാൻ ഇനി അനുവദിച്ച് തരില്ല. ഇനി നീ ഈ വീട്ടിൽ വന്നു പോരുത്. എൽസമ്മയും മക്കൾക്ക് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തും എൽസമ്മ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ആവശ്യമില്ലാതെ കള്ളം പറഞ്ഞു പോകില്ലെന്ന് പറഞ്ഞ് തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് വഴക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയെ പറയുന്നത്, നീ ആയിരിക്കും വന്ന് മോഷ്ടിക്കാൻ വന്നതെന്ന്. അലീനെ പറയേണ്ട എന്ത് യോഗ്യത നിനക്കുള്ളത്? ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ ഒരക്ഷരം മിണ്ടിപ്പോരുന്നത്. അവളുള്ളത് കൊണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. എന്തായാലും എൻ്റെ മോളെ നീ വന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ സകല കാര്യങ്ങളും എനിക്ക് കണ്ണു മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. അതിന് ദൈവം കൊണ്ടുവന്നതാ നിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും കാലം പൈസയ്ക്കോ എന്തിനും ഒരു കണക്കും ഞാൻ നോക്കിയിട്ടില്ല. എന്തിന് ചിലവാക്കുന്നത് പോലും ഞാൻ വിചാരിച്ചില്ല. ചോദിക്കും തോറും പൈസകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഇനി പക്ഷേ ഇതിൻ്റെ വില മനസ്സിലാക്കി ഇനി ആവശ്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. ഇത്രയ്ക്കും പൈസയ്ക്ക് അത്യാർത്ഥിയുള്ള ആളുകളായിരുന്നല്ലോ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വൈകി കേട്ടോ സ്റ്റാൻലി എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോ കള്ളത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക നമ്മളെ കൂടെ നിൽക്കുന്നവരാ നമ്മളെ ചതിക്കുന്നതെന്ന്.